ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കൾക്കായാലും ലഞ്ചിനായിട്ടും അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യത്തിനായിട്ടും നമുക്ക് എന്തിനു വേണ്ടിയും നമ്മുടെ റൈസിന് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് കണ്ടാലോ? അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിതാ ഒരു 4 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4 ഉരുളക്കിഴങ്ങ് വേണം, പൊട്ടറ്റോ വേണം. അത് പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം വേണം, കുറച്ച് അല്ലി വെളുത്തുള്ളി വേണം. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് കടുക് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണം, 1/2 ടീസ്പൂൺ ഗരം മസാല വേണം, ആവശ്യത്തിനുള്ള ഉപ്പും വേണം. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് മല്ലിയിലയും കൂടെ വേണം, ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ വേണം കേട്ടോ, വെളിച്ചെണ്ണയും കൂടെ വേണം. അപ്പോൾ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. നമ്മുടെ മക്കൾക്കായാലും നമ്മൾക്ക് ഓഫീസിൽ പോകുന്ന നമ്മുടെ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ റൈസിൻ്റെ കൂടെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നൊരു വെളിച്ചെണ്ണയുടെ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെരുംജീരകം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയ ജീരകം, നല്ല ജീരകമാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിതാ ഈ ഷേപ്പിലാണ് കേട്ടോ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഫിംഗർ ഷേപ്പിലാണ് ഞാനിവിടെ പൊട്ടാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾ ഈ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ പൊട്ടാറ്റോയുടെ കളറ് മാറാതിരിക്കാനാണ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഈ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടി പിടിച്ച് പോകും, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി